നിമിഷ. നമ്മുടെ ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണം സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണിത്, 4ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ആദ്യത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മുടെ ഓണം മേക്കപ്പ് ലുക്കാണ്. സോ ഓണം സാരി ലുക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, 4 പ്രോഡക്റ്റ്സ് വെച്ചിട്ടുള്ളതും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുർത്ത അല്ലെങ്കിൽ ചുരിദാർ അല്ലെങ്കിൽ അനാർക്കലി അതിലേക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്കാണ്. അതുപോലെ തന്നെ മുല്ലപ്പൂ വിത്ത് മുല്ലപ്പൂ മേക്കപ്പ് ലുക്കാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അധികം വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മോയ്സ്ചറൈസ് ചെയ്തുകൊണ്ടാണ്. ഞാനിവിടെ ന്യൂട്രിഡർമിൻ്റെ വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോയ്സ്ചറൈസർ കൂടിയാണ് കേട്ടോ അതും. അടുത്ത ലിപ് ബാമാണ് വാസ്ലിൻ്റെ റോസി ലിപ്സാണ് ഞാനിവിടെ ലിപ് ബാമിനായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ നമ്മൾ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ലാക്മേയുടെ CC ക്രീമാണ് യൂസ് ചെയ്യുന്നത്. 02 ഹണി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഫേസിലൊന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്ത ശേഷം ഒരു വെറ്റ് ബ്യൂട്ടി സ്പഞ്ച് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ CC ക്രീം BB ക്രീം ഏതായിക്കോട്ടെ അതിൻ്റെ ഒരു ഫിനിഷ് നമ്മൾ നന്നായിട്ട് ടൈം എടുത്ത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു ഫിനിഷ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഒരു ഫാസ്റ്റ് ആക്കിയിട്ടാണ് കാണിക്കുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചെവിയുടെ അവിടെയും കഴുത്തിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അത് കഴിഞ്ഞിട്ട് കോമ്പാക്റ്റ് ആണ്. കോമ്പാക്റ്റ് ഞാനിവിടെ മേബിലിൻ്റെ ഫിറ്റ് മീ മാറ്റ് പ്ലസ് പോർലെസ് കോമ്പാക്റ്റ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. 112 നാച്ചുറൽ ഐവറി പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ നമ്മൾ കോമ്പാക്റ്റ് ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഐബ്രോസ് ആണ്. ഐബ്രോസിന് ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐബ്രോ കിറ്റിൽ വരുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിതാണ് യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്ന് ഐബ്രോ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തത് കാജലാണ്. കാജലിനായിട്ട് ഞാൻ സ്റ്റേ കുറുക്കിയുടെ I love you too എന്ന് പറഞ്ഞിട്ടുള്ള കാജലാണ് യൂസ് ചെയ്യുന്നത്. ഇത് വാട്ടർ റെസിസ്റ്റൻസ്, സ്മഡ്ജ് പ്രൂഫ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതും. ഓക്കെ, നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു കാജലാണ്. അതിനുശേഷം ഐ ഷാഡോ ആണ്. സോ ഐ ഷാഡോക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഞാൻ കാണിച്ചിട്ടുള്ള പാലറ്റ് തന്നെയാണ്. ഞാൻ ഈ പാലറ്റാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ന്യൂഡ് അവേക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള പാലറ്റിലൊരു ഗ്ലിറ്ററി ഗോൾഡൻ കളർ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് മുകളിൽ കൂടെ ഐലൈനറാണ്. ഐലൈനർ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റേ കുറുക്കിയുടെ ഐലൈനർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ റിവ്യൂ അല്ല ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബോൾ ഹെഡ് ടൈപ്പുള്ള ഒരു ഐലൈനറാണിത്. സോ ഇത് യൂസ് ചെയ്തിട്ട് നോർമലായിട്ട് ഒരു കുഞ്ഞ് വിങ്ഡ് ലൈനറുള്ള ഒരു ലുക്കാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് മസ്കാര ഇടാം. മസ്കാരയ്ക്ക് ഞാനിവിടെ മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. നല്ല മസ്കാരയാണ്. നമ്മളൊരു 2 കോട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ലാഷസ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു മസ്കാരയാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ കണ്ണിൽ എന്താ പറയുക ഒരുപാട് അങ്ങനെ ഐ ഷാഡോ കാര്യങ്ങളൊന്നും ഇട്ടിട്ട് ചെയ്യുന്നില്ല. ബെല്ല ഓവസ്റ്റയുടെ മസ്കാരയും നല്ലതാണ് കേട്ടോ. ബെല്ല ഓവസ്റ്റയുടെ ഹൈ ഡെഫിനിഷൻ മസ്കാരയും നല്ലതാണ്. അടുത്തത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് NYBയുടെ ലിപ്സ്റ്റിക്കാണ്. NYBയുടെ ലിപ്സ്റ്റിക്കിൽ ഷെയ്ഡ് നമ്പർ 22 ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പൊട്ട് തൊട്ട് കൊടുക്കാം. ബ്ലാക്ക് പൊട്ടാണ്. അതിനുശേഷം കുറി തൊടാം. കുറി തൊട്ട ശേഷം സിന്ദൂരം തൊടാം. അപ്പോൾ അത്രയാണ് നമ്മുടെ ഒരു ഫേസ് മേക്കപ്പിൽ വരുന്ന കാര്യങ്ങൾ കേട്ടോ. മേക്കപ്പ് കഴിഞ്ഞു. ഇപ്പോൾ നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു നോർമൽ ഹെയർ സ്റ്റൈലാണ് ചെയ്തത്. നെക്സ്റ്റ് നമ്മുടെ മുല്ലപ്പൂവിൻ്റെ ടൈമാണ്. സോ ഇത് കുർത്ത ലുക്കിലേക്കുള്ള ഹെയർ സ്റ്റൈൽസ്, അതായത് മുല്ലപ്പൂ ഹെയർ സ്റ്റൈൽസിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് ജസ്റ്റ് ഒരു നോർമൽ മുല്ലപ്പൂ ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനൊരു നോർമൽ ഹെയർ സ്റ്റൈലും ചെയ്തു. ആൻഡ് ഓൾസോ ഞാൻ ഈ ലുക്കിലേക്ക് ഞാൻ ചെയ്യാറുള്ള പോലത്തെ ഒരു മുല്ലപ്പൂ സ്റ്റൈലും ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. സോ ഇപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു എന്താ പറയുക ചുരിദാർ അല്ലെങ്കിൽ കുർത്തായിലേക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓണം മേക്കപ്പ് ലുക്കായിരുന്നു നമ്മളിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കണം. ലിങ്ക് ഇതാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ മറക്കാതെ പ്രസ് ചെയ്ത് ഓൾ എന്നതിൽ കൂടി ടിക്ക് ചെയ്യണേ. അപ്പോഴാണ് ഈ പുതിയ വീഡിയോസ് അപ്ലോഡ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതും മിസ്സാവാതെ കാണാൻ പറ്റുന്നതും. സോ പിന്നെ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും കീപ് സ്മൈലിംഗ്, ടേക്ക് കെയർ ആൻഡ് ബി സേഫ്. ബൈ.